ക്ഷമേ, പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു കേസുണ്ട്, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് തലശ്ശേരി ഫസൽ വധക്കേസ് 2006 ഒക്ടോബറിലാണ് ഫസൽ കൊല്ലപ്പെടുന്നത്. ആ കേസിൻ്റെ നാൾ വഴികൾ എന്താണ്? ഈ കേസ് കണ്ണൂരൊക്കെ ആദ്യമായി CBI ഏറ്റെടുത്തൊരു കേസാണ്. CBI ഏറ്റെടുത്തതിൻ്റെ പേരിൽ പലതവണ അന്നത്തെ സർക്കാർ ഹൈക്കോടതിയിലും സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഒക്കെ പോയി സുപ്രീം കോടതി വരെ പോയ കേസാണ്. CBI വരണ്ട എന്നതായിരുന്നു ആവശ്യം. ആ കേസിലെ പ്രതികളെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. MK സുനിൽകുമാർ ഒന്നാം പ്രതി. MK സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടിസുനി. 2 പാച്ചൂട്ടി ബിജു. ഇതെല്ലാം ഇതാണ് പോലീസിടുന്ന പേരുകൾ അറിയാമല്ലോ. ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്. 3 ജിത്തു, 4 ചെറിയ അരൂട്ടൻ, 5 ബാബു, 6 അരുൺകുമാർ, 7 കാരായി ചന്ദ്രശേഖരൻ, 8 കാരായി രാജൻ. അവർ രണ്ടുപേരും ഉൾപ്പെട്ട വിവാദമായിട്ടുള്ള കേസ്. വലിയ വിവാദമായിരുന്നു. 2006 ഒക്ടോബർ 22-ാം തീയതി പുലർച്ചെ 4:15 ഈ കൊലപാതകം അവിടെ തലശ്ശേരിയിൽ ലിബർട്ടി റോഡിൽ നടക്കുന്നത്. ഈ സൈക്കിളിൽ വന്ന ഫസൽ എന്ന പത്രവിതരണ ഏജന്റിനെ ബൈക്കിലെത്തിയ സംഘം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഈ കേസ് പിന്നീട് അങ്ങോട്ട് ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനം ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുഴപ്പങ്ങളാണ് ആദ്യം കാണുന്നത്. കുറച്ച് ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വേ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് DYSP CI സുകുമാരൻ എന്ന് പറയുന്ന തലശ്ശേരി CI ആണ് ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത്. പിന്നീട് കേസ് അന്വേഷിക്കുന്ന DYSP രാധാകൃഷ്ണൻ, പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP സാലി, അത് കഴിഞ്ഞ് SP മോഹൻദാസ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIT ആണ് പിന്നെ അന്വേഷിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് CBI മറിയു എന്ന് പറയുന്ന ഫസലിൻ്റെ വൈഫിൻ്റെ ഹൈക്കോടതിയിലെ ആവശ്യപ്രകാരം പിന്നീട് ഡിവിഷൻ ബെഞ്ചിലെ ആവശ്യപ്രകാരം CBI വരുന്നത്. CBI വന്നതിന് ശേഷമാണ് ഇത്രയും പ്രതികൾ ആണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. കാരായി ചന്ദ്രശേഖരനും കാരായി രാജനുമാണ് ഈ കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2012 കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഒക്കെ എറണാകുളത്ത് വന്ന് കീഴടങ്ങേണ്ടി വന്നതും പിന്നീടുള്ള 1.5 വർഷം റിമാൻഡിൽ കഴിയേണ്ടി വന്നതും പിന്നീടുള്ള 9 കൊല്ലത്തോളം കണ്ണൂർ ജില്ലയിൽ അവർക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാതെ കോടതി അത് തടഞ്ഞത്. ഇത്രയും ചരിത്രമുള്ള കേസാണ്. ഇതിൽ ആദ്യം ഉണ്ടായിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ കൊലപാതകം ഉണ്ടായതിന് ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിലുണ്ടായൊരു തർക്കമാണ്. ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർ യോഗത്തിലെത്തിയ NDFൻ്റെ അന്ന് NDF ആണ്, NDFൻ്റെ നേതാക്കൾ RSSകാർ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ഞങ്ങൾ ഇരിക്കില്ല, ഫസലിൻ്റെ കൊലയാളികൾ ഇരിക്കുന്നതിൽ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. RSS ആദ്യം മുതലേ അവരുടെ ആവശ്യം അവർ പറയുന്നത് ഞങ്ങളല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇരയാക്കപ്പെട്ടത് DYSP രാധാകൃഷ്ണനാണ്. DYSP രാധാകൃഷ്ണന് ഇപ്പോഴും ഈ കേസിൻ്റെ പേരിൽ ഇതുപോലും പെൻഷൻ പോലും കൊടുക്കുന്നില്ല. പെൻഷൻ പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കണ്ണൂരിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഒരു DYSPയെ നടു റോഡിൽ മർദ്ദിച്ച സംഭവം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ കോടിയേരിയിലുള്ള പ്രതികളെ പോലീസ് പിടികൂടി എന്നുള്ളതിൻ്റെ പരാതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരിയിലെ വീടിന് മുന്നിലൂടെ CPM പ്രകടനം നടന്നു. ആഭ്യന്തരമന്ത്രിയുടെ വീടിന് മുന്നിലൂടെ CPM അവിടെ പ്രകടനം നടത്തി. ഇതൊരു വലിയ കഥയാണ്. ഫസൽ വധക്കേസ് വലിയ കഥയാണ്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ DYSP രാധാകൃഷ്ണനാണ് ഇതിൻ്റെ ട്വിസ്റ്റ് തുടങ്ങി വെക്കുന്നത്. അപ്പം DYSP രാധാകൃഷ്ണൻ അന്വേഷണത്തിൽ വരുന്നത്, അയാൾ 9 ദിവസം അദ്ദേഹം
അന്വേഷിച്ചുള്ളൂ. 10ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അന്വേഷണം അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു. കാരണം ഈ RSS ബന്ധം ആരോപിക്കുന്ന 4 പേരെ ഇദ്ദേഹം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത രാധാകൃഷ്ണന് ഇത് അവരല്ല പ്രതികൾ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിട്ടയച്ചു. പക്ഷേ CPM തുടർച്ചയായി പറയുന്നു, തലശ്ശേരി കലാപത്തിന് ശേഷം ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗത്തിന് അവർക്ക് ലഭിക്കുന്ന പിന്തുണ തലശ്ശേരിയിൽ അറിയാമല്ലോ, മുല്ലപ്പള്ളിയെ ജയിച്ചാൽ പോലും തലശ്ശേരിയിൽ മുല്ലപ്പള്ളിക്ക് വോട്ട് കിട്ടത്തില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. ഏതാണ്ട് 45% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലം. അപ്പോൾ അവർ പറയുന്നത് ഈ മുസ്ലിം ജനവിഭാഗത്തിന് CPM-നോ നൽകുന്ന പിന്തുണ അത് അവസാനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം RSS ഒരു NDF പ്രവർത്തകനെ കൊലപ്പെടുത്തുകയും അത് CPM-ന്റെ മുകളിൽ വെച്ച് കെട്ടുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് 2008 CBI ഈ കേസിൽ ഏപ്രിലാണ് CBI കേസ് ഏറ്റെടുക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ പോയി സർക്കാർ ഈ കേസ് CBIക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ സുപ്രീം കോടതി ഇവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു. എന്നിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കേസെടുത്ത് ഇവർക്ക് പിന്നെ CBIക്ക് തന്നെ കൊടുത്തു. അങ്ങനെ CBI അന്വേഷിച്ചാണ് ഇതിലെ പ്രതികളെ കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBIയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ വകവരുത്താൻ CPM-ന്റെ നേതാക്കൾക്ക് ദീർഘകാലമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കൊലപ്പെടുത്തിയ കൊടിസുനി അടക്കമുള്ളവരെ മൈസൂരിലേക്ക് ടൂർ വിട്ടു CPM. പിന്നെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു CPM നടത്തിയത്. അതുപോലെ തന്നെ ഈ കേസിലെ ഐവിറ്റ്നസ് ഉണ്ട്, ദൃക്സാക്ഷിയുണ്ട്, സമീറ എന്ന ദൃക്സാക്ഷിയെ സ്വാധീനിക്കാൻ CPM ശ്രമിച്ചു. കുറ്റപത്രത്തിലുള്ള കാര്യങ്ങളാണ്. CPM ശ്രമിക്കുകയുണ്ടായി. പിന്നീട് ഷാജി എന്ന് പറയുന്ന ഒരു RSS അനുഭാവിയുടെ പിന്നെ ഈ കേസ് ഏറ്റെടുക്കുവാൻ CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. പിന്നീട് കേസരി പിന്നെ ഇതിൻ്റെ പുറംചട്ട എടുത്തുകൊണ്ടുപോയി പിന്നെ ഫസലിൻ്റെ തൂവാല, ചോരയിൽ പൊതിഞ്ഞ തൂവാല എടുത്ത് പഴയ BJPയുടെ നേതാവായിട്ടുള്ള അശോകൻ്റെ ബന്ധുവായിട്ടുള്ള കാര്യവാഹകൻ്റെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി CPM പ്രവർത്തകർ ഇട്ടുകൊടുത്തു. ഇത്രയും ചെയ്തു വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിനെ ഇതിനെ എങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് പിന്നെ പ്രിൻസ് എബ്രഹാം DYSP. പ്രിൻസ് എബ്രഹാം DYSP ഒരു കണ്ടെത്തൽ നടത്തി. ഈ കൊലപാതകം നടത്തിയത് കുപ്പിയാണെന്നാണ്. കുപ്പി സുബീഷും ബാക്കിയുള്ളവരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പ്രിൻസ് എബ്രഹാമിലൂടെ 2016 പുറത്തു വന്നു. അതായത് RSSകാർ തന്നെയാണ്. കുപ്പി സുബീഷ് എന്ന് പറയുന്ന RSSന്റെ പ്രവർത്തകനാണ്. ഇപ്പൊ കുപ്പി സുബീഷിന്റെ പേരിൽ ഈ സാധനം പുറത്തു വന്നു. കുപ്പി സുബീഷ് ഈ കുറ്റം സമ്മതിച്ചു, കോടതിയിലും സമ്മതിച്ചു എന്നൊക്കെയാണ്. കോടതിയിൽ സമ്മതിച്ചു, കുറ്റം ഞാനടക്കമുള്ളവരാണ് ചെയ്തത്, കുപ്പി സുബീഷ്, ഷിനോജ് അടക്കമുള്ളവർ ചേർന്നാണ് ഫസലിനെ കൊന്നതെന്ന് സുബീഷ് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സുബീഷ് ഇത് സമ്മതിക്കാനുള്ള കാരണം, സുബീഷ് മറ്റൊരു കൊലപാതക കേസിൽ, ഒരു CPM പ്രവർത്തകന്റെ കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ സുബീഷിന്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസിലൂടെ തന്നെ മാധ്യമപ്രവർത്തകരിലേക്ക് കുറച്ച് ഓഡിയോ പുറത്തു വന്നു. അതിൽ സുബീഷ് പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഞങ്ങൾ ഫസലിനെ കൊല്ലാൻ മാടപ്പീടിക കള്ളുഷാപ്പിനടുത്ത് കാത്തുനിന്നു. ഫസൽ സൈക്കിളിൽ അവിടെ എത്തിയപ്പോൾ പിന്നാലെ ബൈക്കിൽ പോയി KP റോഡിലെ ലിബർട്ടി ക്വാർട്ടേഴ്സിന് മുന്നിൽ വെച്ച് അവനെ തടഞ്ഞിട്ടു. സൈക്കിളുമായി നിലത്ത് വീണപ്പോൾ അവനെ ഞങ്ങൾ തൊഴിച്ചു. അപ്പോൾ അവൻ ഞങ്ങളെ ചവിട്ടി. അപ്പോൾ ഞങ്ങൾ വെട്ടുകൊണ്ട് ഓടി ഒരു ഗേറ്റിൽ പിടിച്ചു കയറി അപ്പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കി. പിന്നാലെ ചെന്ന് വെട്ടിയപ്പോൾ ആ വെട്ട് ഇരുമ്പ് ഗേറ്റിൽ കൊണ്ട് വാൾ ഒടിഞ്ഞുപോയി. അടുത്തയാൾ പിന്നെയും വെട്ടിയപ്പോൾ അവൻ വീണു. പലതവണ വെട്ടി. തിരിച്ചു പോകാൻ നേരം അവസാനം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കഴുത്തിന് വെട്ടി. ഇതാണ് അവൻ പോകാൻ കാരണം എന്നാണ് സുബീഷിൻ്റേതായിട്ട് ഒരു ഓഡിയോ റെക്കോർഡിങ് പിന്നീട് പുറത്തു വന്നത്. സുബീഷ് ഇതിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചത് എന്നെ മർദ്ദിച്ച് 3ാം മുറ നടത്തി പറയിച്ചതാണെന്നും പിന്നെ കോടതിയിൽ പോലീസ് മർദ്ദിക്കുന്ന ഭയത്താലാണ്, പോലീസ് എന്നെ
ഗുരുതരമായി മർദ്ദിച്ച ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ നിന്ന് തിരിച്ചിറങ്ങിയാൽ നിന്റെ ജീവൻ പോലും കാണില്ല എന്ന് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കുറ്റം സമ്മതിച്ചതെന്നും ഇത് അന്ന് തന്നെ ഞാൻ എൻ്റെ വക്കീൽ വഴി പരാതിയായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നുമൊക്കെയുള്ള വാർത്താ സമ്മേളനം സുബീഷിന്റെ പുറത്തു വന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതി പറഞ്ഞു CBI അന്വേഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു. CBI അന്വേഷിച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് CBI കൊണ്ട് കൊടുത്തു. അപ്പോൾ CBI കൊടുത്തിരിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: PP സദാനന്ദൻ DYSP, പിന്നെ പ്രിൻസ് എബ്രഹാം DYSP, അതായത് നേരത്തെ സുബീഷിനെ പിടിച്ചു പുറത്തുവിട്ടു, ഈ വിവരമൊക്കെ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ പ്രിൻസ് എബ്രഹാം DYSP, ഈ 2 പേർക്കും KP സുരേഷ് ബാബു എന്ന CIക്കുമെതിരെ നടപടി സ്വീകരിക്കണം. ഇവർ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. ഇവർക്ക് ഇത്രയും പേർക്കും എതിരെ കേസെടുക്കണം. ഇവർക്ക് ഈ പിന്നെ ഫസലിനെ കൊന്നത് CPM തന്നെയാണ്, പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഇവർ ഇത് കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൊടുത്ത് അവർ കൊണ്ടുപോയി എവിടെ കൊടുത്തു? പിന്നെ കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. തുടരന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കേസിൻ്റെ ഗതി നടക്കുന്നത്. അപ്പം നമ്മൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിൽക്കുന്ന കഥയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അവിടുത്തെ കണക്ക് നോക്കിയാൽ തന്നെ ഏതാണ്ട് 130-ലധികം രക്തസാക്ഷികൾ ഈ 2 കൂട്ടരിലും ഇടയിലായിട്ട് ഉണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഈ പറയുന്ന NDF പ്രവർത്തകനായ ഫസൽ. അപ്പോൾ ഫസലിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഫസൽ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അവിടുത്തെ അച്യുതൻ സ്മാരക ലൈബ്രറിയുടെ സെക്രട്ടറിയുമായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം NDFലേക്ക് ചേക്കേറിയത്. അപ്പോൾ NDFലേക്ക് ചേക്കേറിയ ശേഷം ഇദ്ദേഹത്തോടുള്ള ദീർഘമായിട്ടുള്ള തങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ മാറിപ്പോയതുള്ള പകയാണ് ഈ കൊലപാതകത്തിന് കാരണം. അപ്പോൾ 2-3 കാരണങ്ങൾ CBI ഇവരുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം. അതുപോലെ തന്നെ 2006 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDFന്റെ സഹായം അവിടെ ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമം, ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിന് പൂർണ്ണമായും കാരണമെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ ഈ പോലീസ് സംവിധാനം എന്ന് പറയുന്നതിൽ ചില ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. ഇത് കോടതി പോലും, എന്താ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പോലും ഈ കഥ വിശ്വസിച്ചില്ല. ഈ CPMന്റെ ഈ കഥ വിശ്വസിച്ചില്ല. ഈ CPM ആണ് ഇത് ചെയ്തത്, അല്ല RSS ആണ് ചെയ്തതെന്ന് അവർ പോലും സമ്മതിച്ചില്ല. കോടതി പലതവണ ഇത് തള്ളിക്കളഞ്ഞു. ഈ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ വിശ്വസിക്കുന്നില്ല. NDF പ്രവർത്തകനാണ് മരണപ്പെട്ടത്. പിന്നെ സമീറു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാർ മാത്രമാണ് ഈ പറയുന്ന പിന്നെ ഇവിടെ പോയത്, എവിടെ കോടതിയിൽ പോയത്, ഇത് തുടരന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു പിന്നെ പ്രധാനപ്പെട്ട ഇവർ ലുത്രയെ കൊണ്ടുവന്നു. അഡ്വക്കേറ്റ് ലുത്ര സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ CBI അതിൽ പോലും പറയുന്നത് ഈ പൈസ 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫീസ് വന്നത്. അപ്പോൾ ഒരു ഒറ്റ സിറ്റിങ്ങിൽ, അപ്പോൾ 5 ലക്ഷം രൂപയുടെ സിറ്റിങ്ങിന് കൊടുക്കാൻ പൈസ എവിടുന്നാണ് ഇദ്ദേഹത്തിൻ്റെ അബ്ദുൾ റഹ്മാൻ, അതായത് ഫസലിൻ്റെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പിന്നെ അവർ മറുപടി പറയുന്നില്ല. CBIയോട് അവർ മറുപടി പറയുന്നില്ല. പിന്നൊരു കാര്യം, ഈ അബ്ദുൾ റഹ്മാനെ കോടതിയിൽ കൊണ്ടുവന്ന CPM ആണെന്ന് CBI പറയുന്നു. ഇത് ആദ്യം ഒരു കുറ്റപത്രം 2012 സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പിന്നെയും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതായത് കണ്ണൂർ പണ്ടുതൊട്ടേ ഉള്ളൊരു കളിയാണ്, ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ആരൊക്കെയെങ്കിലൊക്കെ പേരുകൾ കൊണ്ടുപോയി കൊടുക്കുക. ഇഷ്ടമുള്ള പേരുകൾ ഈ ഡെമ്മി പ്രതികളെ ഇവർ തന്നെ കൊണ്ടു കൊടുക്കും. അതിൽ ഇച്ചിരിയെങ്കിലും ഒരു അന്ത്യമുണ്ടായത് മനോജ് എബ്രഹാം അവിടെ SP ആയിരുന്ന സമയത്താണ്. അദ്ദേഹം കൃത്യമായി പ്രതികളെ കണക്കുകൂട്ടി കൊന്നവരെ തന്നെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിലെ കൊലപാതകം എണ്ണം കുറെ കുറഞ്ഞു. ഇതിപ്പോൾ ആരെ പിടിച്ചാലും ഇതെങ്ങനെ കൊണ്ടു കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറമാണെങ്കിലും ഇപ്പുറമാണെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് പ്രതികളെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നീട് ഇവർക്ക് കോടതിയിൽ നിന്ന് ഇത് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലപാതകം നടന്നപ്പോൾ ഇവരാരും ആ പരിസരത്ത് പോലും കാണുന്നില്ല, തെളിവ് കാണത്തില്ല. അപ്പോൾ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നാൾ 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കേസിൻ്റെ വാദം കീഴ്ക്കോടതിയിൽ അല്ലെങ്കിൽ മേൽക്കോടതിയിൽ കേസിൻ്റെ വാദത്തിൽ പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നും അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുമെന്നും ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം കൊല്ലുന്ന പ്രതികളാരും അവിടെ ഇല്ല. യഥാർത്ഥ പ്രതികളെ പിടിച്ചാലല്ല ഈ കൊലപാതകം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സമൂഹത്തിൽ വലിയ ഉദ്യോഗസ്ഥരായി നിലനിൽക്കുന്നു എന്നുള്ളതും, സത്യത്തിൻ്റെ ഭാഗമായി നിന്ന DYSP രാധാകൃഷ്ണൻ ഇന്നും പെൻഷൻ കിട്ടാതെ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഓഫീസിൽ വരെ ജോലിക്കാരനായി പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു എന്നതും, അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.